ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബലിപെരുന്നാളൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഈദ് മുബാറക് ടു ആൾ ഇൻ അഡ്വാൻസ്. അപ്പോൾ ഈ പെരുന്നാളിന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു മന്തി റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിന് കുഴിയോ ഓവനോ ഗ്രില്ലോ ഒന്നും വേണ്ട, സ്റ്റൗ ടോപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 6 ഗ്ലാസ് സെല്ല ഗോൾഡൻ റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് 6 ഗ്ലാസ്സാണ് ഈ പാത്രത്തിലുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാത്രത്തിലൊക്കെ അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ള വെള്ളം അളന്നെടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം ഈ അരി നന്നായി ഒന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ 1 മണിക്കൂറൊന്നും അരി സോക്ക് ചെയ്യുന്നില്ല കേട്ടോ. പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ സോക്ക് ചെയ്യാനുള്ള ടൈമില്ലെങ്കിൽ അരി കഴുകി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് അരി നമുക്ക് നന്നായി കുതിർന്ന് കിട്ടും. അങ്ങനെ അരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം ഒഴിക്കരുത് കേട്ടോ, ചെറു ചൂടുവെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരി അളന്ന പാത്രത്തിന് 2 പാത്രം വെള്ളം സ്റ്റവിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ അരിയുമ്പോഴേക്കും ഇത് തിളച്ച് കിട്ടും. അങ്ങനെ തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഞാൻ അരി അളന്നെടുത്തിട്ടുള്ള പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് ഇപ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. അടുത്തത് ഇതിലേക്കുള്ള ചിക്കനും ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിത് കഴുകി വെള്ളം വാർത്തെടുത്തതാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ നല്ല ഡീപ്പായിട്ട് തന്നെ വരച്ചു കൊടുക്കാം. എങ്കിലുള്ളൂ ഇതിനുള്ളിലേക്ക് മസാലയും ഉപ്പൊക്കെ നന്നായി പിടിക്കുള്ളൂ. പിന്നെ വലിയ വലിയ പീസായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനും ഇങ്ങനെ വരയണത് നല്ലതാണ് കേട്ടോ. ഈ ചിക്കൻ തൊലിയോട് കൂടെയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയില്ല. കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ചിക്കനാണ് ബെറ്റർ കേട്ടോ. ഇപ്പോൾ ചിക്കൻ ഞാനിവിടെ ഇതുപോലെ 4 ലെഗ് പീസും ഒരു ബ്രസ്റ്റ് പീസുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 6 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ബ്ലാക്ക് ലെമണും പിന്നെ ഒരു കൈപ്പിടി വെള്ളുള്ളി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ആയി കിട്ടിയാൽ മതി, നന്നായി അരയ്ക്കരുത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി എടുക്കുന്നില്ല കേട്ടോ. പിന്നെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ബേ ലീവ്സ്, പിന്നെ ഒരു 10-12 ഗ്രാമ്പു. ഇത് വളരെ കുഞ്ഞു ഗ്രാമ്പു, അതുകൊണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ ഗ്രാമ്പു ആണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ മന്തി മസാലയാണ്. ഇത് ഹോം മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒരു മാഗി ക്യൂബ്, ഒരു 8-10 ഏലക്കായ, 3 പീസ് പട്ട, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരി ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇളം ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അരി ഇവിടെ റെഡിയായി. അരി അരിപ്പയിലേക്ക് ഒഴിക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ കുരുമുളക് എടുത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ നമുക്ക് ഈ മന്തിയിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും കൂടെ വേണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ ഇതും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ മന്തിയിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ബിരിയാണി പോട്ടോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ചെമ്പോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് വഴറ്റുക. ജസ്റ്റ് ഒന്ന് നിറം മാറിയാൽ മതി കേട്ടോ, നന്നായി വഴലേണ്ട കാര്യമില്ല. ഇതുപോലെ ആയി കിട്ടിയാൽ മതി, ഒന്ന് സോഫ്റ്റ് ആവുക അത്രമാത്രം. അതിനുശേഷം നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഒക്കെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും മാഗി ക്യൂബും മന്തി മസാലയും അല്ലാത്ത ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കായും ഗ്രാമ്പും ഒക്കെ ചൂടാകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റുക. എന്നിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒരു 3/4 വേവ് വരെ മാത്രമേ നമ്മൾ ഈ പോട്ടിൽ വേവിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് ഇതിൽ നിന്ന് ഇറങ്ങുന്ന ചിക്കൻ സ്റ്റോക്ക് നമ്മുടെ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളുള്ളി ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം.
ബ്ലാക്ക് ലെമണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇനി മന്തി മസാലയും പച്ചമുളകും തക്കാളി അരച്ച് വെച്ചതും മാഗി ക്യൂബൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഈ പച്ചമുളകും മന്തി മസാല ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം, ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. തക്കാളി പേസ്റ്റ് ഒഴിച്ച സമയത്തിന് നമുക്ക് മാഗി ക്യൂബും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ അപ്പോൾ വിട്ടുപോയി, ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഏത് ഭാഗമാണോ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇടുക. അത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഏത് ഭാഗമാണ് വെന്തിട്ടുള്ളത് എന്നുള്ളത്. അതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ചിക്കൻ ഒരു 1/4 വേവായിട്ടുണ്ട്. നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ 1/4 വേവായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റാം, ഒരു പാനിലേക്ക് മാറ്റാം കേട്ടോ. പാനിൽ ഈ ചിക്കൻ നിരത്തിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ അതിൻ്റെ മീതെ ഒഴിച്ച് കൊടുത്തിട്ട് സിമ്മിൽ നമുക്ക് അവിടെ വെക്കാം കേട്ടോ. നമ്മുടെ ചോറൊക്കെ വേവുമ്പോഴേക്കും ചിക്കൻ നല്ല കുക്കായി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഇത് അടച്ച് വെക്കരുത് കേട്ടോ. അപ്പോൾ ചിക്കൻ ബാക്കി വേവും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ഈ മസാലയിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എത്ര അരിയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം വേണം ചേർക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം അളന്നിട്ടാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചത് കേട്ടോ. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എപ്പോഴും വെള്ളത്തിൽ ഉപ്പ് ചേർക്കുമ്പോൾ കൂടുതൽ ഉപ്പ് തോന്നിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇതിനു മുമ്പുള്ള റൈസ് റെസിപ്പിയിലൊക്കെ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. കുറേ പേർക്ക് അറിയും ചെയ്യാതിരിക്കാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. 5 മിനിറ്റിന് ശേഷം ചോറൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വീണ്ടും ഒരു 5 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോഴും സിമ്മിൽ തന്നെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ചോറിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, ചോറ് കുക്കായിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലെ വെള്ളം വറ്റുമ്പോൾ മേലെ ഓയിലും മസാലയൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ടൈമിൽ ചിക്കൻ വാങ്ങി വെച്ച് നമുക്കൊരു ചാർക്കോൾ കത്തിക്കാൻ വെക്കാം. ഇതില്ലെങ്കിൽ ഇതിന് പകരം ചിരട്ടക്കനലായാലും മതി കേട്ടോ. ഇനി ആ ചിക്കനൊക്കെ നമുക്ക് ചോറിൻ്റെ മീതെ നിരത്തി വയ്ക്കാം. അതിനുശേഷം ചെറിയൊരു പാത്രം സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ കനലാക്കി എടുത്ത ചാർക്കോളില്ലാതെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പുക വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് റൈസ് പെട്ടെന്ന് അടച്ചു വെക്കണം. എങ്കിലുള്ള ആ പുകയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് സ്മോക്കി ഫ്ലേവർ കിട്ടുള്ളൂ. എന്നിട്ട് ഈ പോട്ടിൻ്റെ താഴെ ഒരു അലുമിനിയം തട്ട് വെക്കുക. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ മന്തിയിലേക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗാർലിക് തൂമാണിത്, കെച്ചപ്പൊക്കെ ചേർത്തിട്ട്. ഇതിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു സ്മോക്കി ഫ്ലേവറിലുള്ള മന്തി തന്നെയാണ്. അപ്പോൾ മന്തി ഉണ്ടാക്കാൻ കുഴി വേണം, അല്ലെങ്കിൽ ഓവൻ, ഗ്രില്ല് ഇതൊക്കെ വേണം. ഇതൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ആരും മന്തി ഉണ്ടാക്കാതിരിക്കണ്ട. സ്റ്റൗ ടോപ്പിലും അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ മന്തിയുടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്തവണ പെരുന്നാളിന് നമ്മുടെ ഈ മന്തി തന്നെ ആയിക്കോട്ടെ. എന്നിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് തരണേ. പിന്നെ ഒരു കാര്യം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത് തന്നെ മറ്റൊരു റെസിപ്പിയുമായി കാണാം ഇൻഷാ അല്ലാഹ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.